السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിനെ കുറിച്ച് അതല്ലെങ്കിൽ നോമ്പിനെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാമു, നിങ്ങൾക്ക് നിങ്ങളുടെ മേലിൽ നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഭക്തിയുള്ളവരാവാൻ വേണ്ടി. ഒന്നുകൂടെ അതിൻ്റെ ആശയം പറയാം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി. എന്താണ് നോമ്പ്? സിയാം, കുതിബ അലൈക്കുമുസ് സിയാം എന്നാണല്ലോ പറഞ്ഞത്. സിയാം, സൗമ് എന്നാൽ അതിൻ്റെ വാക്കർത്ഥം പിടിച്ചു നിൽക്കൽ, നിയന്ത്രണം പാലിക്കൽ എന്നെല്ലാം ആകുന്നു. ശറഇൽ നോമ്പെന്ന് പറയുന്നത് നെയ്യത്ത് വെച്ച് അന്നപാനീയങ്ങൾ, ലൈംഗിക ബന്ധം തുടങ്ങി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് സുബഹ് മുതൽ മഗ്രിബ് വരെ വിട്ടുനിൽക്കലാകുന്നു. ഇതാണ് നോമ്പിൻ്റെ ശറഇയായ മാന. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില വചനങ്ങൾ, നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമുക്ക് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു അമലി ബിനി ആദം ലഹു ഇല്ല സൗം ഫഇന്നഹു ലീ വ അനാ അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് കൂലി നൽകുന്നവൻ ഞാനാകുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. കുല്ലു അമലി ബിനി ആദം ലഹു, എല്ലാ ആദം സന്തതികളുടെ എല്ലാ അമലുകളും അത് അവനിക്കുള്ളതാണെങ്കിൽ, ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വ അനാ അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയുന്നു. എല്ലാ ഇബാദത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നിരിക്കെ, നോമ്പിനെ പ്രത്യേകം അല്ലാഹു തആല എടുത്തു പറയുകയാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അതിന് അങ്ങനെ പ്രയോഗിക്കാൻ പല കാരണങ്ങളുമുണ്ട്. മഹാന്മാർ അത് പല രീതിയിലും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ പ്രത്യേകമായ, ആ നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തിൻ്റെ പ്രത്യേകമായ സവിശേഷതകളാണ്. അല്ലാഹു തആല അത്രമേൽ അതിന് പ്രതിഫലം നൽകുന്നു എന്ന് മാത്രമല്ല, മറ്റ് ആരാധനകളെ പോലെയല്ല. നോമ്പ് എന്ന് പറയുന്നത് നിസ്കാരമായാലും അതല്ലെങ്കിൽ ഹജ്ജായാലും അത് പ്രവർത്തിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള ഇബാദത്തുകളൊക്കെ മറ്റുള്ള ആളുകൾക്കും കൂടെ അനുഭവിച്ചറിയാൻ, അല്ലെങ്കിൽ അവൻ ആ ഇബാദത്ത് ചെയ്യുന്നു എന്ന് അറിയാൻ കഴിയുമെങ്കിൽ, നോമ്പിനെ കുറിച്ച് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിക്കൊണ്ട് പറയാൻ കഴിയാത്ത ഒരു ഇബാദത്താണ്. അത് അല്ലാഹു തആല മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പല പ്രത്യേകതകളും നോമ്പനുഷ്ഠിക്കുന്ന, നോമ്പ് എന്ന് പറയുന്ന ഒരു ഇബാദത്തിനുള്ളത് കൊണ്ട് തന്നെ അല്ലാഹു തആല പ്രത്യേകം അവിടെ പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ. മറ്റൊരു ഹദീസിൽ കാണാം, അസ്സിയാമു ജുന്നത്തുൻ യസ്തജിന്നു ബിഹാ അൽ അബ്ദു മിനന്നാർ, നോമ്പ് രക്ഷാകവചമാകുന്നു, നരകത്തിൽ നിന്നുള്ള രക്ഷാകവചമായി ഒരു അടിമ അതിനെ പ്രയോഗിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നോമ്പ് നമുക്കൊരു രക്ഷാകവചമാണ്.
നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം വസ്സിയാമു നിസ്ഫു സ്വബർ, നോമ്പ് ക്ഷമയുടെ അർദ്ധഭാഗമാകുന്നു എന്ന് പറയുന്നത് കാണാം. അതുപോലെ തന്നെ സൂമു തസിഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നോമ്പെടുക്കുക, ആരോഗ്യവാന്മാരാവുക. അപ്പോൾ ശാരീരികമായ നേട്ടങ്ങളും നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതൊരു സംഗതിക്കും വാതിലുണ്ട്, ആരാധനകളുടെ വാതിൽ വ്രതാനുഷ്ഠാനമാകുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നോമ്പ്, ഇപ്പോൾ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ ചില വാചകങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി നോമ്പ് ആർക്കാണ് നിർബന്ധം? മുസ്ലിമും പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പെടുക്കാനുള്ള ശക്തിയും ശുദ്ധിയുമുള്ള എല്ലാവർക്കും നോമ്പ് നിർബന്ധമാകുന്നു. ആർത്തവ പ്രസവ രക്തമുണ്ടെങ്കിൽ നിർബന്ധമില്ല, ഹറാമാണ്. എന്നാൽ പിന്നീട് നോറ്റുവീട്ടൽ നിർബന്ധമാകുന്നു. അപ്പോൾ ഹൈലുകാരിയും നിഫാസുകാരിയും നോമ്പനുഷ്ഠിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, നോമ്പനുഷ്ഠിക്കൽ അവർക്ക് ഹറാമാണ്. അല്ലാഹു തആല അവർക്ക് നൽകിയ ഒരു ആനുകൂല്യമാണത്. എന്നാൽ നോമ്പ് പിന്നീട് അവർ ശുദ്ധിയായതിനു ശേഷം അവർ ഖളാ വീട്ടൽ നിർബന്ധമാണ്. നിസ്കാരം പോലെയല്ല, നിസ്കാരം ആ സമയത്ത് ഹറാമാണ്, ഖളാ വീട്ടലും ഹറാമാണ്. നോമ്പ് അങ്ങനെയല്ല, നോമ്പ് ആ സമയത്ത് അനുഷ്ഠിക്കൽ ഹറാമാണെങ്കിൽ ശുദ്ധിയായതിനു ശേഷം അത് ഖളാ വീട്ടൽ നിർബന്ധവുമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത അസുഖമോ വാർദ്ധക്യ പ്രശ്നത്താൽ ശേഷിക്കുറവോ ഉണ്ടെങ്കിൽ നിർബന്ധമില്ല. പകരമായി ഓരോ ദിവസത്തിനും ഓരോ മുദ് അഥവാ 800 മില്ലി ലിറ്റർ ഭക്ഷണ പദാർത്ഥം ദാനം ചെയ്തിരിക്കണം. അപ്പോൾ നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത, വാർദ്ധക്യം കാരണം അല്ലെങ്കിൽ സുഖമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി, ഇവരൊക്കെ നോമ്പനുഷ്ഠിക്കൽ അവർക്ക് നിർബന്ധമില്ല. അതിന് പകരം അവർ ഒരു മുദ് ധാന്യം അവർ എന്ത് ചെയ്യണം? അതിന് പകരമായി ദാനം ചെയ്യണം. പകൽ സമയത്ത് ഒരു സെക്കൻഡാണെങ്കിലും ഹൈലോ നിഫാസോ ഉണ്ടായിത്തീർന്നാൽ നോമ്പ് നഷ്ടമാകുന്നതാണ്. എന്നാൽ ഒരാൾ പകൽ മുഴുവൻ കിടന്നുറങ്ങി എന്നത് നോമ്പിനെ ബാധിക്കുന്നതല്ല. സ്വയംകൃത പ്രവർത്തി കൊണ്ടല്ലാതെ ബോധക്ഷയം വന്നാലും നോമ്പ് മുറിയില്ല. പകൽ മുഴുവൻ ഉറങ്ങി എന്നതുകൊണ്ട് നോമ്പിനെ ബാധിക്കുകയില്ല. മറിച്ച് പകൽ സമയത്ത് ഹൈലോ അതല്ലെങ്കിൽ നിഫാസോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നോമ്പ് മുറിയും. ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടണം. നോമ്പിൻ്റെ ഫർളുകൾ, നോമ്പിന് 2 ഫർളുകൾ മാത്രമാണുള്ളത്. ഒന്ന്, ദിനം പ്രതി രാത്രി നിയ്യത്ത് ചെയ്യൽ. മഗ്രിബ് സുബഹിക്കിടയിലെ സമയമാണ് രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാത്രി സമയത്താണ് ഫർള് നോമ്പിന് നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പോൾ മഗ്രിബ് മുതൽ അതിൻ്റെ സമയം തുടങ്ങും. സാധാരണഗതിയിൽ തറാവീഹിനൊക്കെയാണ്, അല്ലെങ്കിൽ തറാവീഹ് നിസ്കാരത്തിന് ശേഷമാണ് നമ്മൾ നിയ്യത്ത് ചെയ്യാറുള്ളത്. അപ്പോൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ അടുത്ത നോമ്പിനുള്ള നിയ്യത്ത് ചെയ്യാൻ സാധിക്കും. മഗ്രിബിന് ശേഷം എന്ത് ചെയ്യാം? മഗ്രിബ് ആയതോടുകൂടി രാത്രിയായല്ലോ. അപ്പോൾ സുബഹി വരെയാണ് ഫർളായ നോമ്പുകൾക്ക് നിയ്യത്ത് ചെയ്യാനുള്ള സമയം. സുന്നത്തായ നോമ്പാണെങ്കിൽ സുബഹ മുതൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താലും മതിയാകും. അപ്പം സുന്നത്തായ നോമ്പിന് ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് ചെയ്താലും മതി. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, സുബഹിയുടെ ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല തുടങ്ങിയ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. എങ്കിൽ സുന്നത്തായ നോമ്പിന് ളുഹറിൻ്റെ മുമ്പ് എപ്പോൾ ചെയ്താലും മതിയാകും, രാത്രി ചെയ്തിട്ടില്ലെങ്കിൽ. എന്താണ് നിയ്യത്ത്? നിയ്യത്തിൻ്റെ ചുരുങ്ങിയ രൂപം
നവൈത്തു സൗമ റമളാന, റമളാൻ മാസം നോമ്പ് നിയ്യത്ത് ചെയ്യുമ്പോൾ നവൈത്തു സൗമ റമളാന, റമളാനിൻ്റെ നോമ്പിനെ ഞാൻ കരുതി എന്നുള്ള നിയ്യത്താണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. ആ നിയ്യത്ത് ചെയ്താലും മതി. പൂർണ്ണമായ രൂപം ഖൽബ് കൊണ്ട് കരുതി നാവ് കൊണ്ട് പറയുക. അപ്പം നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്, മനസ്സുകൊണ്ട് എന്തായാലും കരുതൽ നിർബന്ധമാണ്. അപ്പം നവൈത്തു സൗമ റമളാന എന്ന് മനസ്സുകൊണ്ട് കരുതിയാൽ തന്നെ നിയ്യത്ത് സാധുവാകും, സ്വഹീഹാകും. അപ്പോൾ നാവ് കൊണ്ട് പറയൽ അത് സുന്നത്താണ്. നവൈത്തു പൂർണ്ണമായ രൂപം നവൈത്തു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല എന്ന് ആണ് പൂർണ്ണമായ രൂപം. ഈ കൊല്ലത്തെ റമളാൻ മാസത്തിലെ ഫർളായ അദാ ആയ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. അറബിയിൽ മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല, മലയാളത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല, മനസ്സിൽ നിർബന്ധമായിട്ടും കരുതണം. ഇനി നോമ്പ് മുറിക്കുന്ന, നോമ്പിൻ്റെ രണ്ടാമത്തെ ഫർള് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാകുന്നു. അപ്പം 2 ഫർളുകളാണ് നോമ്പിനുള്ളത്. ഒന്ന് നോമ്പിനുള്ള നിയ്യത്ത്, മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ? 4 കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. ഒന്ന് സംയോഗം ചെയ്യുക, മറ്റൊന്ന് രണ്ടാമത്തത് മുഷ്ടിമൈഥുനം കൊണ്ടോ മറ്റോ ബോധപൂർവം സ്ഖലനമുണ്ടാക്കൽ. അങ്ങനെ മനഃപൂർവ്വം സ്ഖലനമുണ്ടാക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയും. അതുപോലെ തന്നെ ഉണ്ടാക്കി ഛർദിക്കൽ, ഇതാണ് മൂന്നാമത്തത്. നാലാമത്തത് അകത്തേക്ക് തടിയുള്ള വല്ലതും പ്രവേശിക്കൽ. അപ്പോൾ വായയിലൂടെ ആയാലും മൂക്കിലൂടെ ആയാലും ഉള്ളിലേക്ക് എന്തെങ്കിലും വസ്തുക്കളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയും. മനഃപൂർവം അറിഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം സംഭവിച്ചാലാണ് ഇവ കൊണ്ട് നോമ്പ് മുറിയുക. ശരീരത്തിൻ്റെ അകം എന്ന് പറഞ്ഞതിൽ മുലക്കണ്ണിൻ്റെ ദ്വാരവും കാൽപാദത്തിന്മേൽ സ്ത്രീകൾ ഇരിക്കുമ്പോൾ വെളിവാകുന്ന യോനിയുടെ ഭാഗത്തിനപ്പുറവും പെടുന്നതാണ്. അപ്പോൾ മുലക്കണ്ണിൻ്റെ ദ്വാരം ഉള്ളു എന്നുള്ള ഇതിലേക്ക് പോകാൻ അതിലൂടെ ഒന്നും പ്രവേശിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന യോനിയുടെ ഭാഗത്തിൽ നിന്ന് വെളിവാകുന്ന ഇതിനപ്പുറത്തേക്ക്, അപ്പോൾ ആ ഭാഗം പുറംഭാഗമായിട്ട് ഗണിക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് വല്ലതും പ്രവേശിച്ചാൽ അവിടെയും നോമ്പ് മുറിയും. അതും ഉൾഭാഗമായി പരിഗണിക്കുന്നതാണ്. കഴുകുമ്പോഴോ മറ്റോ വിരൽ ഈ ഭാഗം വിട്ടുകടന്നാൽ നോമ്പ് മുറിയുമെന്നർത്ഥം. അപ്പം അതുകൊണ്ടാണത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ ഭാര്യയെ ചുംബിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ പറയുകയാണ്. ഭാര്യയെ ചുംബിക്കുന്നത് കൊണ്ടോ മറയുണ്ടായിരിക്കെ ആലിംഗനം ചെയ്യുന്നതിനാലോ മാത്രം നോമ്പ് മുറിയില്ല. മറയുണ്ടായിരിക്കെ തൊലികൾ തമ്മിൽ സ്പർശനമില്ലാതെ ചുംബനമോ ആലിംഗനമോ കാരണമായി സ്ഖലനം നടന്നാലും മുറിയില്ലെന്നാണ് അഭിപ്രായം. മറയോടുകൂടിയാകുമ്പോൾ അങ്ങനെ സ്ഖലനം സംഭവിച്ചാൽ മുറിയില്ല. കാരണം അവിടെ ഇണങ്ങിച്ചേരൽ അഥവാ മുബാശറത്ത് നടന്നിട്ടില്ല. കേവല ചിന്തയോ നോട്ടമോ കാരണം സ്ഖലനം നടക്കുന്നത് പോലെയാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് മറയോടുകൂടെ നേരിട്ട് സ്പർശനമില്ലാതെ ഉള്ള ഒരു ആലിംഗനം കൊണ്ട് സ്ഖലനം സംഭവിച്ചാലും നോമ്പ് മുറിയുകയില്ല എന്നാണ് അഭിപ്രായം. സ്വപ്നസ്ഖലനം നടന്നാലും നോമ്പ് മുറിയുന്നതല്ല. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറക്കിൽ സ്ഖലനം സംഭവിച്ചു അറിയാതെ, പകൽ സമയത്ത് ഉറങ്ങി നോമ്പുകാരൻ, അങ്ങനെ സംഭവിച്ചാലും നോമ്പ് മുറിയുകയില്ല. എന്നാൽ ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടൽ നോമ്പുകാരന് പാടില്ലാത്തതും നോമ്പിൻ്റെ പ്രതിഫലത്തെ ബാധിക്കുന്നതുമാണ്.
അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഭാര്യയെ ആലിംഗനം ചെയ്യുക, അതല്ലെങ്കിൽ ചുംബനം നടത്തുക, ഇതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നുള്ളത് ശരിയായിരിക്കെ ആരും ഇത് ചെയ്യാൻ പാടില്ല നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട്. അത് നോമ്പിൻ്റെ പ്രതിഫലത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് കറാഹത്താണ്, മാറ്റി നിർത്തേണ്ടതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സ്വന്തം ശരീരത്തിൻ്റെ മേൽ നാശം ഭയമുണ്ടെങ്കിൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാകുന്നു. അപ്പോൾ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് വല്ലതും സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. കരുതിക്കൂട്ടി നോമ്പനുഷ്ഠിക്കുക, അത് ചെയ്യാൻ പാടില്ല. അതുപോലെ ഗർഭിണിക്ക് തൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിലോ ഗർഭത്തിലുള്ള കുഞ്ഞിൻ്റെ കാര്യത്തിലോ ഭയമുണ്ടെങ്കിൽ വ്രതം മുറിക്കണം. അപ്പോൾ ഗർഭിണിക്ക് അതല്ലെങ്കിൽ ഈ സ്വന്തം ശരീരത്തിന് വേണ്ടി, അതല്ലെങ്കിൽ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി, ഗർഭത്തിലുള്ള കുഞ്ഞിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഒരു പേടിയുണ്ടെങ്കിൽ നോമ്പ് മുറിക്കാം. മുലയൂട്ടുന്ന പെണ്ണിന് കുഞ്ഞിൻ്റെ മേൽ ഭയമുണ്ടെങ്കിലും മുറിക്കാവുന്നതാണ്. കുഞ്ഞിൻ്റെ പേരിൽ ഭയന്നാണ് നോമ്പ് മുറിച്ചതെങ്കിൽ, അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗർഭിണിയായ സ്ത്രീയായാലും അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീയായാലും കുഞ്ഞിൻ്റെ പേരിൽ അഥവാ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് മുറിച്ചാൽ ഗർഭിണിയും മുലയൂട്ടുന്നവളും നോമ്പ് നോറ്റ് വീട്ടുന്നതിൻ്റെ പുറമെ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് സാധാരണ ഭക്ഷ്യവസ്തു ദാനം ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, മുമ്പ് വാർദ്ധക്യ സഹജമായി അതല്ലെങ്കിൽ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി ഇവർ മുദ്ദു കൊടുക്കണമെന്ന് പറഞ്ഞത്, നോമ്പിന് പകരം മുദ്ദു കൊടുക്കണമെന്ന് പറഞ്ഞത് അവർ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. കാരണം അവർക്കിനി നോമ്പനുഷ്ഠിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ അവർ അതിനു പകരം മുദ്ദു മാത്രം നൽകിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുഞ്ഞിന് വേണ്ടി മാത്രം ഭയപ്പെട്ടുകൊണ്ടാണ് ഒരു സ്ത്രീ നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ, അഥവാ സ്വന്തം ശരീരത്തിന് പ്രശ്നമില്ല, അഥവാ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയില്ല, കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം ഭയപ്പെട്ടുകൊണ്ടാണ് നോമ്പ് മുറിച്ചത് എങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടുകയും അതിനു പുറമെ ഒരു നോമ്പിന് ഒരു മുദ്ദ് ഭക്ഷ്യവസ്തു പാവങ്ങൾക്ക് എന്ത് ചെയ്യണം, ദാനം ചെയ്യൽ നിർബന്ധമാണ്. ശരിക്കും വേർതിരിച്ചു മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്. സ്വശരീരത്തിൻ്റെ മേൽ ഭയന്നാണെങ്കിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ മാത്രം മതിയാവുന്നതാണ്. അപ്പോൾ ഗർഭിണിയോ മുലയൂട്ടുന്ന സ്ത്രീയോ നോമ്പനുഷ്ഠിച്ചാൽ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കും എന്നുകൂടെ അതിൽ ഭയമുണ്ടെങ്കിൽ അവിടെ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. അവിടെ മുദ്ദു കൊടുക്കേണ്ടതില്ല. മുദ്ദു കൊടുക്കേണ്ട വിഷയം വരുന്നത് കുഞ്ഞിന് വേണ്ടി മാത്രം നോമ്പ് മുറിച്ചു, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി മാത്രം എന്ത് ചെയ്തു, നോമ്പ് ഒഴിവാക്കിയാൽ അവിടെ നോമ്പ് ഖളാ വീട്ടുകയും അതുപോലെ തന്നെ ഒരു മുദ്ദ് ഭക്ഷ്യവസ്തു ദാനം ചെയ്യുകയും വേണം. സംയോഗം ചെയ്ത് നോമ്പിനെ ഫസാദാക്കിയവൻ കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം നൽകൽ നിർബന്ധമാകുന്നു. മറ്റൊരു രീതി നോമ്പ് മുറിയുന്ന കാര്യമാണ് സംയോഗം ചെയ്യുക എന്നുള്ളത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇങ്ങനെ നോമ്പുകാരൻ ചെയ്താൽ അവൻ കഫാറത്ത് നൽകണം. എന്താണ് കഫാറത്ത്? അവിടെ സംയോഗം ചെയ്യപ്പെട്ട സ്ത്രീക്ക് ഇത് നിർബന്ധമില്ല. ഇപ്പൊ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും സംയോഗം ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ഈ കഫാറത്ത് ബാധകമല്ല. പുരുഷനാണ് ഇത് നൽകേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. നോമ്പ് വീട്ടിയാൽ മതി, അഥവാ സ്ത്രീ കഫാറത്ത് നൽകേണ്ടതില്ല, ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. പുരുഷൻ ചെയ്യേണ്ടത് ഒന്നുകിൽ അടിമയെ മോചിപ്പിക്കുക, അതിന് കഴിയില്ലെങ്കിൽ, ഈ കാലഘട്ടത്തിൽ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് പ്രയാസമാണ്. കാരണം അങ്ങനെ ഉള്ളൊരു സമ്പ്രദായം ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട്. അപ്പോൾ അതിന് കഴിയില്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക.
അപ്പോൾ തുടർച്ചയായിട്ട് 2 മാസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണം. അടിമയെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിനും സാധ്യമല്ലെങ്കിൽ മാത്രം 2 മാസം നോമ്പനുഷ്ഠിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുകയല്ല. അത് ചെയ്യാൻ കഴിയുന്ന ആരോഗ്യമുള്ള ആളാണെങ്കിൽ അങ്ങനെ ചെയ്യൽ തന്നെയാണ് നിർബന്ധം. അതിന് കഴിയില്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കാൻ കഴിയില്ലെങ്കിൽ 60 പാവങ്ങൾക്ക് ഒരാൾക്ക് 1 മുദ്ദ് എന്ന തോതിൽ നാട്ടിലെ സാധാരണ ധാന്യം ദാനം ചെയ്യൽ നിർബന്ധമാണ്. ഇതാണ് കഫാറത്ത് എന്ന് പറയുന്നത്. അതിന് പുറമെ ആ നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യണം. അപ്പോൾ ഈ കഫാറത്ത് നൽകിയതിന് ശേഷം എന്ത് ചെയ്യണം? പിന്നെ ആ ഒരു നോമ്പ് ഖളാ വീട്ടണം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കഫാറത്തിൻ്റെ കാര്യം വളരെയധികം സൂക്ഷിക്കുക. അതുപോലെ മുദ്ദ് നൽകേണ്ട വിഷയം, ചില ആളുകൾ നോമ്പ് ഖളായിപ്പോയി അതിന് പകരം മുദ്ദ് കൊടുക്കുക, നോമ്പന് ഖളാ വീട്ടുന്നില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ മുദ്ദ് കൊടുക്കേണ്ടതല്ലാത്ത ആളുകൾ നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി, അങ്ങനെയുള്ള ആളുകളും ചിലപ്പോൾ മുദ്ദ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മസാല പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ ഖളാഇന് മുദ്ദ് കൊടുക്കേണ്ട ഒരു വിഷയം വരുന്നത്, നോമ്പ് ഖളാ ഉള്ള വ്യക്തി അടുത്ത റമദാൻ ആകുന്നത് വരെ അത് ഖളാ വീട്ടിയില്ല. ഇപ്പം റമദാൻ വരികയാണല്ലോ, കഴിഞ്ഞ റമദാനിൽ ഖളാ ആയ ഒരു നോമ്പ് കാരണം കൂടാതെ തൊട്ടടുത്ത് ഇനി വരാനിരിക്കുന്ന റമദാൻ വരെ ഖളാ വീട്ടില്ല. റമദാൻ ആയപ്പോഴാണ് ആലോചിക്കുന്നത്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുന്നത്, കഴിഞ്ഞ റമദാനിൽ ഖളാ വീട്ടാനുണ്ടല്ലോ നോമ്പ്, അത് ഞാൻ ഖളാ വീട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നാൽ പിന്നെ ഈ റമദാനിൽ ഇപ്പോൾ എത്തിപ്പെട്ട റമദാൻ കഴിഞ്ഞിട്ട് അത് ഖളാ വീട്ടുമ്പോൾ അതിന് പകരം മുദ്ദ് ദാനം ചെയ്യണം, ഖളാ വീട്ടുകയും വേണം. കാരണം അവൻ കാരണം കൂടാതെ 1 വർഷം പിന്തിച്ചു. തൊട്ടടുത്ത റമദാൻ വരുന്നതിൻ്റെ മുമ്പ് ഖളാ വീട്ടേണ്ടതായിരുന്നു. അവൻ വെറുതെ അശ്രദ്ധവാനായിക്കൊണ്ട് ഖളാ വീട്ടാതെ റമദാൻ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ റമദാനിന് ശേഷം നോമ്പനുഷ്ഠിക്കുമ്പോൾ ഈ ഒരു പിന്തിച്ചത് കാരണം അതിന് പകരമായിട്ട് 1 മുദ്ദ് 1 നോമ്പിന് അവൻ കഫാറത്തായിട്ട് കൊടുക്കേണ്ടി വരും. അതിന് പുറമെ നോമ്പ് ഖളാ വീട്ടുകയും വേണം. 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ട നോമ്പാണെങ്കിൽ ഇതുവരെ ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ 1 നോമ്പിന് 10 റമദാൻ കഴിഞ്ഞാൽ 1 നോമ്പിന് തന്നെ 10 മുദ്ദ് നൽകേണ്ടി വരും. അപ്പം അങ്ങനെ ഖളാ ഉള്ള വിഷയങ്ങൾ, ഖളാ ആയ നോമ്പുകൾ എത്രയും പെട്ടെന്ന് തന്നെ പരമാവധി, റമദാന് ഇനി കൂടുതൽ സമയമുണ്ടല്ലോ എന്ന് കരുതി നീട്ടിവെക്കാതെ കഴിവിൻ്റെ പരമാവധി നേരത്തെ തന്നെ അതെല്ലാം വീട്ടി വെക്കണം. ആ കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ്റെ സ്വാലിഹത്തുകളിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ തൻമിയ എന്നുള്ള ഈ ഒരു ബാച്ചിൻ്റെ ക്ലാസ് കിതാബ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ആളുകളും എന്നെയും കുടുംബത്തെയും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.